ശ്രീ എം എൻ കാരശ്ശേരിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്, ഈ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നതിന് ശേഷം തനിക്ക് ഇവിടുത്തെ ഈ സാഹിത്യ കൂട്ട് ആയിട്ട് വലിയ ഇടപഴകലുണ്ടായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അന്ന് സാഹിത്യകാരന്മാരുടെ എന്താ പറയേണ്ടത് ബഹളാണ്. എന്തോ ആളുകളൊക്കെ തിക്കോടിയെന്നോ. അല്ല, അന്നത്തെ ഏറ്റവും വലിയൊരു അരങ്ങെന്ന് പറയുന്നത് എവിടെയെന്നറിയാം? ആകാശവാണിയാണ്. അതിലെ പ്രധാനപ്പെട്ട ആൾ ഉറൂബ്, തിക്കോടിയൻ, അക്കിത്തം, യു എ ഖാദർ, കെ കൊടുങ്ങല്ലൂർ, എൻ എൻ കക്കാട്, ഇവരൊക്കെയുള്ള ഒരു സാധനമാണ് ആകാശവാണി. പിന്നെ ഇപ്പുറത്ത് മാതൃഭൂമി. മാതൃഭൂമിയിൽ ആരൊക്കെ? കെ പി കേശവമേനോൻ, എ പി ഉദയഭാനു, വീക്കിലാണ് എം ടി വാസുദേവൻ നായർ, നമ്പൂതിരി, എസ്, പത്രത്തിലാണെങ്കിൽ വിംസി, വി എം കൊറാത്ത്. ഇനി ആരോ വേണ്ടത്? പിന്നെ അപ്പുറത്ത് ദേശാഭിമാനിയിൽ, അപ്പോൾ ദേശാഭിമാനി ചന്തയിൽ രണ്ടുണ്ടായിരുന്നു, പി എ മുഹമ്മദ് വയ. അങ്ങനെ വലിയ പത്രപ്രവർത്തകർ, വലിയ രാഷ്ട്രീയക്കാർ. മാതൃഭൂമി എന്ന കോൺഗ്രസ് പത്രമാണ്. താനും ഞാനൊക്കെ കയറുമ്പോൾ നമ്മൾ അപ്പോൾ അന്നത്തെ ഒരു തമാശ ഉണ്ട്. എന്നോട് അന്ന് വി എം നായരാണ് മാനേജിംഗ് എഡിറ്റർ. അതേ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് പാർട്ടിക്കാരൻ? ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിയൊന്നുമില്ല, കോൺഗ്രസ്സുകാരനാണ്. ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസ് വിരുദ്ധനാന്ന്. എന്തുകൊണ്ടാണ്? എൻ്റെ ന്യായം പറഞ്ഞു. അപ്പോൾ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇയാൾ കമ്മ്യൂണിസ്റ്റാന്ന് തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോൾ എൻ്റെ പബ്ലിക്കേഷനൊക്കെ നോക്കി. അപ്പോൾ അതിലധികം ചന്ദ്രികനാണ്. ഇയാൾ ലീഗുകാരനാണ്. ഞാൻ എന്ത് കാരണം കൊണ്ട് ലീഗ് അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം എന്നോട് വി എം നായർ ചോദിച്ചു, നിങ്ങൾ ഇത്ര കോൺഗ്രസ് വിരുദ്ധനായ ഒരാളെങ്ങനെയാണ് കോൺഗ്രസ് പത്രത്തിൽ പണിയെടുക്കുക? ഞാൻ പറഞ്ഞു എൻ്റെ ജോലി വേറെ, എൻ്റെ നിലപാടുകൾ വേറെ, അത് തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോലി കയറി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാഹിത്യ കൂട്ടായ്മ അതിവിപുലമായി ഇങ്ങനെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ ഉണ്ടാവുള്ളൂ. അതേ കേസ് ഇവിടെ എന്നുവെച്ചാൽ കോഴിക്കോട് അതിൻ്റെ ഒരു സ്ഥലം NBS ആണ്. കോഴിക്കോട് നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ കോഴിക്കോട് ബ്രാഞ്ചിൽ അന്ന് മാനേജർ ഒരു ശ്രീധരൻ ഉണ്ടായിരുന്നു. ശ്രീധരൻ എല്ലാ ആളോടും ലോഹ്യ. സാഹിത്യകാരന്മാർ, സിനിമക്കാർ, പത്രപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പാട്ടുകാർ, എല്ലാവർക്കും ഉപകാരം ചെയ്യുക ഇയാളുടെ പണി. അപ്പോൾ ഇയാളുടെ ചുറ്റുമാണ് എല്ലാ ആളുകളും. അപ്പോൾ അവിടെ വന്ന് എല്ലാ വിവരങ്ങളും അറിയുന്നു. ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ല, ഒരാൾ മരിച്ചുപോയി, ഒരാളുടെ മോളെ കല്യാണമാണ്, ഒരാളുടെ പുസ്തകം വരുന്നുണ്ട്, ഒരാൾക്ക് അവാർഡ് കിട്ടാൻ പോകുന്നുണ്ട്. അവാർഡ് കിട്ടിയെന്നല്ല, അവാർഡ് കിട്ടാൻ പോകുന്നുണ്ട് ശ്രീധരൻ വെച്ചിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് അളകാവൂരിലേക്ക് നീങ്ങും. അതിലൊരു പ്രധാന കഥാപാത്രമായിരുന്നറിയോ? SK പൊറ്റക്കാടാണ്. SK നാട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം NBS വരും. SK പൊറ്റക്കാട് അതേ നാട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ SKക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ തിക്കോടിയൻ അവിടെ ഉണ്ടാവും. തിക്കോടിയൻ രാപ്പകൽ ചിരിയാണല്ലോ തിക്കോടിൻ്റെ. അപ്പോൾ SK ആണെങ്കിൽ പല കഥകളും പറയും. അപ്പോൾ അവിടെ വന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഉണ്ടാവും. അവിടെ അതിലില്ലാത്തൊരാളാരാന്നറിയാം? MT വാസുദേവൻ നായർ. ഞാൻ ഒരു തവണയാണ് ഇത്രയും കൊല്ലത്തിനടുക്ക് NBS കണ്ടിട്ടേ ഇല്ല. NP അപൂർവമായിട്ടുണ്ടാവും, കൊടുങ്ങല്ലൂർ എപ്പോഴും ഉണ്ടാവും, UA ഖാദർ ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് കക്കാടുണ്ടാവും. തിക്കോടിയൻ നിർബന്ധം. എന്താ വെച്ചാൽ തിക്കോടിയന് കുടുംബമില്ലല്ലോ. 2-2.5 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം അവസാനിച്ചു. പിന്നെ മകളെ വളർത്താൻ വേണ്ടി അദ്ദേഹം പിന്നെ മകളെ കല്യാണം കഴിച്ചു. അപ്പോൾ ഓഫീസിൽ നിന്ന് വിട്ടാൽ പിന്നെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് തിക്കോടിയൻ. പിന്നെ വല്ലപ്പോഴും പ്രസംഗിക്കാൻ പോകും. പിന്നെ ഇടയ്ക്ക് സിനിമ ഉണ്ടാവും, തിരക്കഥ എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ നാടകം എഴുതാനുണ്ടാവും. ഇതൊക്കെ ഒരു കളിതമാശാണ് ജീവിതം എന്ന തരത്തിലാണ് ഇവരൊക്കെ എടുക്കുക. പക്ഷേ MT അങ്ങനെയല്ല. അദ്ദേഹത്തിന് വായിക്കാനുണ്ട്, എഴുതാനുണ്ട്. അന്ന് ഞാനൊക്കെ കോഴിക്കോട് വരുന്ന 67-ലാണ്. അപ്പോഴേക്കും MT സിനിമയിൽ എത്തിക്കഴിഞ്ഞു. 63-ൽ അദ്ദേഹം മൊറപ്പടിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി മദിരാശിക്ക് പോയി കഴിഞ്ഞു. പിന്നെ വളരെ തിരക്കുള്ള ഒരു സിനിമക്കാരനാണ് MT. തിരക്കഥ, സംവിധാനം, നിർമ്മാണം, വിതരണം, ഏത് രംഗത്ത് MT ഇല്ലാത്തത്? അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ വിശ്വസിക്കില്ല, ഈ കഥകളും നോവലുകളും ലേഖനങ്ങളും ബാലസാഹിത്യവും നാടകവും യാത്രാവിവരണമൊക്കെ എഴുതിയ കൂട്ടത്തിൽ 60 തിരക്കഥ ഇതിൻ്റെ MT. 60 തിരക്കഥ. പിന്നെ ഇപ്പോൾ 6-7 സിനിമ, അതിൽ ഏറ്റവും പ്രധാനം നിർമ്മാല്യം ഒക്കെ സംവിധാനം ചെയ്യാം, ചെറിയ പണി. അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഒരാളാണ്. ഇതിൻ്റെ ഒപ്പം പുസ്തകം വായന. അതെ, 300 പേജ് വായിക്കും. അതെ, ഒരു ദിവസം ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടപ്പോൾ എന്തൊക്കെയാണ് MT വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ഒറ്റ ജീവിതത്തിലാകെ ഒരു പരാതി MT പറഞ്ഞ് ഞാൻ കേട്ടു, വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇപ്പോൾ എത്ര പേജ് വായിക്കുന്നുണ്ട്? ഒരു 50 പറ്റുന്നുള്ളൂ. നമ്മളൊക്കെ 50 പേജ് ഒരു ദിവസം വായിക്കുന്നത്. ഇദ്ദേഹം ഈ പ്രായത്തിൽ 90-ാം കാലത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. എന്താണ് MTയുടെ ഓർമ്മ? MTയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതേ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരേ ഒരു ശക്തി ഓർമ്മശക്തിയാണ്. ആ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ
എല്ലാം ഓർമ്മയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ അദ്ദേഹം എന്നോട് ഓർത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് കിട്ടിയ SSLC കിട്ടിയ മാർക്ക്, ഏറ്റവും അധികം മാർക്ക് കിട്ടിയ എന്തിനാണെന്നറിയാം? കണക്കിനാ. അപ്പോൾ മലയാളത്തിന് മാർക്ക് കുറഞ്ഞു പോയി എന്നൊരു പരാതിൻ്റെ പുള്ളിക്ക്. എന്താ, അന്ന് മലയാളത്തിന് മാർക്ക് കൊടുക്കില്ല. എല്ലാം അതായത് ഇപ്പോൾ ഓർമ്മശക്തിയുള്ള ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പൻകോളയിലെ ഗുരുനാഥൻ, അത് വളരെ ഗംഭീരമായിട്ടോ അദ്ദേഹത്തിന്. ആ വലിയ കഥാപാത്രമാണ്. അതിനൊന്ന് തനിക്കൊന്ന് വിവരിക്കാൻ പറ്റും. ഏട്ടനുണ്ണി രാജാവ്. അതായത് അദ്ദേഹം ഗുരുവായൂരപ്പൻകോളയിൽ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ആളുകൾ വിശ്വസിക്കില്ല കേസി, അത് ഒരു ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പോകുന്ന ആളാണ്. ഇപ്പോൾ വായിച്ച കവിതകൾ മുഴുവൻ ഓർമ്മയാണ്. ആലോചിച്ചോ, ആശാൻ വള്ളത്തോൾ ഉള്ളൂർ, അവിടെ നിങ്ങോട്ട് വായിച്ചിട്ടില്ല, വായിക്കൂല, ഓർമ്മിക്കൂല. ഇപ്പം ചങ്ങമ്പുഴ, അതേ ആ വാക്ക് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് ഇപ്പം കാളിദാസൻ കംപ്ലീറ്റ് കാണപ്പാടാണ്. എന്തിനേറെ പറയുന്നു എന്നുകൊണ്ട് പറയുമല്ലോ, എന്തിനേറെ പറയുന്നു. അമരകോശം സംസ്കൃതത്തിലെ നിഘണ്ടുവാ, അത് പദ്യത്തിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് കാണാപ്പാടാ. നിഘണ്ടു കാണാപ്പാടം പഠിച്ച ഒരാളെ ഞാൻ കേട്ടിട്ടുള്ളൂ, ശങ്കുണ്ണി നായർ. അദ്ദേഹം തനിക്കറിയാലോ, സംസ്കൃത പണ്ഡിതൻ, പ്രാകൃതമൊക്കെ പഠിച്ച ആളാണ്. MGS എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, നന്നായി ജീവിച്ചിരിപ്പുണ്ട്, 10 പ്രാകൃത പണ്ഡിതന്മാരെടുത്താലേ ഒരാളാണ് ശങ്കുണ്ണി നായർ. ഞാൻ കേട്ടത് അദ്ദേഹം ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാണാപ്പാടം പഠിച്ചു എന്നാ. M ഗംഗാധരൻ്റെ ഗുരുനാഥനാണ് പച്ചൈപ്യാസ് കോളേജിൽ. M ഗംഗാധരനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് പ്രൊഫസർമാർ ശങ്കുണ്ണിയാരെ വന്ന് സംശയം ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണോ പക്ഷേ ചോദിച്ചാൽ, ശങ്കുണ്ണിയാ പറഞ്ഞതെന്ന് പറയും. എന്ന് പറയുന്ന അർത്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ് പറഞ്ഞത്, നീ പറഞ്ഞത്. അപ്പോൾ തമ്പുരാൻ, ഞങ്ങൾ തമ്പുരാൻ ഏട്ടൻ രാജാവിനെ വിളിക്കുക. അദ്ദേഹം ഇപ്പോൾ കേരളപണിയം കാണാപ്പാടാ, കാരണം അതിനൊരു താളുണ്ടല്ലോ ആ കാരികയ്ക്ക്. അങ്ങനെയെല്ലാം. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കഥ, ഇതേ V. ഉണ്ണികൃഷ്ണൻ നായർ. അന്ന് V. ഉണ്ണികൃഷ്ണൻ നായരൊക്കെ വളരെ പ്രസിദ്ധനായ കവിയാണ്. അന്ന് വള്ളത്തോൾ കമ്പനി എന്ന് പറയും. വള്ളത്തോൾ കമ്പനിയിലെ ആശാൻ കമ്പനി വള്ളത്തോൾ കമ്പനി എന്നാണല്ലോ. അതിന് പ്രാദേശികമായ ഒരു ഡയമെൻഷൻ ഉണ്ട്, പിന്നെ രാഷ്ട്രീയമായൊരു ഡയമെൻഷൻ ഉണ്ട്, ജാതിയുടെ ഒരു ഡയമെൻഷൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. വള്ളത്തോൾ കമ്പനി, ആശാൻ കമ്പനി. അപ്പോൾ വള്ളത്തോൾ കമ്പനിയിൽ ഒരു പ്രധാന കവിയാണ് ആര്? ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ നായർ തമ്പുരാനോട് അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ തമ്പുരാൻ ഉണ്ണികൃഷ്ണൻ നായർ ഒരു ശ്ലോകം ചൊല്ലി. സന്തോഷമായി. മടങ്ങാൻ നേരത്ത് ഇവർ തിരിച്ചു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ നായർ തമ്പുരാനോട്, കേട്ടോ തമ്പുരാൻ, ആ പുസ്തകം ഇപ്പോൾ കിട്ടാനില്ല. എന്നാൽ ഏതോ ഒരു വിദ്വാൻ എന്നാൽ അത് റീപ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയെടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. ആ വിദ്വാൻ പിന്നെ തിരിഞ്ഞു വന്നപ്പോൾ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. അങ്ങനെ അത് രണ്ടാമത് അച്ചടിക്കൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഒരു കുട്ടി അങ്ങോട്ട് പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു തമ്പുരാൻ. അപ്പോൾ എന്താ അവിടെ ഉണ്ടോ കോപ്പി? അവിടെ കോപ്പി ഇല്ല, ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ തമ്പുരാൻ പറഞ്ഞു? ഞാൻ ഓർമ്മയും ചൊല്ലി കൊടുക്കാം, എഴുതിയെടുക്കാൻ വേണ്ട ആളുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. എഴുതി എനിക്ക് ഓർമ്മയില്ല, തമ്പുരാൻ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടാവും, ഒരു കുട്ടിയെ പറഞ്ഞയച്ചോളൂ. അങ്ങനെ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു. തമ്പുരാൻ ചൊല്ലിക്കൊടുത്ത ആൾ എഴുത്താണ് ആ പുസ്തകം അച്ചടിച്ചത്. ആലോചിച്ച് നോക്ക്, തമ്പുരാനോട് അക്ഷരശ്ലോകത്തിന് നിന്നിട്ട് 7 ദിവസം ചൊല്ലിയിട്ട് തമ്പുരാനും ചില കൂട്ടുകാരും തോറ്റില്ല എന്ന്. ഇപ്പോൾ പഴയ കാലത്തൊരു കഥ തമ്പുരാൻ പറഞ്ഞത്, അത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണും തലി ഇട്ടടിച്ചു പോയി. ക്ലാസ്സിലൊരിക്കൽ പറഞ്ഞൊരു, ഞങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെപ്പറ്റി അത്ഭുതമായിട്ട് ഞങ്ങൾ പറയുന്ന അതേ ഒരിക്കൽ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. വൃത്തം പിഴയ്ക്കാണ്ടേ എത്രായിരം വരിയാച്ചാൽ എഴുതി കൊണ്ട് നിങ്ങോട്ട് ചൊല്ലിത്തരൂ, മരിക്കുന്നതിന് മുമ്പ് എപ്പോഴാച്ചാൽ അങ്ങോട്ട് ചൊല്ലിത്തരാം. അത് ഞങ്ങൾ പരീക്ഷിക്കാൻ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വൃത്തം പിഴക്കാണ്ട് എഴുതാനും പറഞ്ഞുകൂടാ, അദ്ദേഹത്തിന് സാധിക്കും, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മത്സരം, അക്ഷരശ്ലോക 10 മുതൽ 4 വരെ, അതിൽ പങ്കെടുക്കുന്നതൊക്കെ കവികളാണ്. ആരൊക്കെ? കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, KC കേശവപിള്ള തുടങ്ങിയുള്ള കവികളാണ്. അപ്പോൾ അതിന് 2 നിയമമുണ്ട്. പുതിയ ശ്ലോകങ്ങളെ ചൊല്ലാൻ പാടും. നിങ്ങൾ പണ്ട് പഠിച്ചത് അതൊന്നും ചൊല്ലാൻ പാടില്ല. അപ്പം ഉണ്ടാക്കി ചൊല്ലണം, എക്സ്റ്റംപോറായിട്ട്. അപ്പോൾ ആ നിമിഷ കവനം വേണം. അത് ഇവർക്കൊക്കെ പറ്റും, വിഷമമല്ലോ. ഇപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കവിതയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അതിലും വലിയല്ലോ ഇതൊന്നും. അദ്ദേഹം കടത്തതോട് ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തൻ
തേങ്ങ പൊളിക്കുന്നുണ്ട്. അപ്പോൾ 100 തേങ്ങ പൊളിക്കുമ്പോഴേക്ക് 100 ശ്ലോകം എഴുതാൻ പറ്റുന്ന വിദ്വാനാണ് ആര്? നമ്മുടെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. താനിപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം 10 കൊല്ലം വായിച്ച് പുസ്തകം എഴുതിയ ആളാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ യോഗ്യതയെപ്പറ്റി ഞാൻ തന്നോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മത്സരത്തിൽ ഉള്ള രണ്ടാമത്തെ നിബന്ധന, എല്ലാവരും ചൊല്ലിയതും ഓരോരുത്തരും പിന്നെ ഓർത്ത് ചൊല്ലണം. ആലോചിച്ച് നോക്കൂ. പക്ഷെ ആ സമ്മാനം ജ്യേഷ്ഠാനുജന്മാർ കൊച്ചുണ്ണി തമ്പുരാനും കുഞ്ഞോട് തമ്പുരാനും ഓഹരി വെച്ചു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു അത് എന്നെ കൊണ്ട് പറ്റില്ല. ഏത് അപ്പം ഉണ്ടാക്കി ചൊല്ല, അദ്ദേഹത്തിനൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പുനഃസൃഷ്ടിയേ പറ്റുള്ളൂ. താൻ പറഞ്ഞിട്ട് ഞാൻ ഭാഷാഭണിയിൽ ഒരു ലേഖനം എഴുതി തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ക്ലാസ്സിലിരുന്നുകൊണ്ടാണ് ഈ ഇന്ത്യൻ സംസ്കാരം, ഇവിടുത്തെ സാഹിത്യം, ഇവിടുത്തെ വേദാന്തം, അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടായത്. എന്താ കാരണം വെച്ചാൽ നമുക്കൊക്കെ പരമപുച്ഛല്ലേ ഇതിനെപ്പറ്റിയൊക്കെ. ഏത് കാളിദാസൻ, ഏത് വാൽമീകി, ഏത് വ്യാസൻ, ഒക്കെ നമുക്ക് ഇത് നമ്മൾ പുച്ഛിക്കേണ്ട സംഗതികളല്ല. ഇതിൽ നമുക്ക് അറിയാനോ ആദരിക്കാനോ അനവധി കാര്യങ്ങളുണ്ട്. അത്തരം ക്ലാസ്സുകളിൽ നിന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ തമ്പുരാൻ്റെ ക്ലാസ്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം. 10 മണി അല്ലെ 9 മണിക്ക് അവിടെ ക്ലാസ് കൊടുക്കാം. 9 മണിക്ക് ചിലപ്പോൾ 1 മണി വരെയൊക്കെ ക്ലാസ് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ വരും, പോവും, ഊണിക്കാൻ പോവും, സിനിമ കാണാൻ പോവും. ഇതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല, അവന് നഷ്ടത്തിലാണില്ല, ഒരു പരാതിയില്ല. താൻ എന്താ വൈകിയത്, താൻ എന്താ വരാഞ്ഞത്, താൻ എന്താ ഇടയ്ക്ക് ഇറങ്ങിപ്പോണം, ഒന്നും ചോദിക്കില്ല. മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. എന്നിട്ട് ആകെ തുടങ്ങുകയാണ് പാഠകം പറഞ്ഞു തമ്മിൽ. അതിൻ്റെ കല നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങളിടയ്ക്ക് ക്ലാസ്സിൽ എന്താ പാഠകം വെച്ചാൽ പാഠകം പറയുന്നത് ക്ലാസ് എടുക്കും. പിന്നെ ഞാൻ ഒരിക്കൽ ചോദിച്ചു സംസ്കൃതത്തിൽ എങ്ങനെ സംസാരിക്കാം. അദ്ദേഹം സംസ്കൃതത്തിൽ സംസാരിച്ചു. ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന് കുറച്ചേ ഇംഗ്ലീഷ് പഠിച്ചുള്ളൂ. MGS അടുത്ത് ഇംഗ്ലീഷ് പഠിച്ചു. MGS അവിടെ ഗുരുവായൂർ ജോലി ചെയ്തിരുന്നു അധ്യാപകനായിട്ട്. അപ്പോൾ MGS സംസ്കൃതം പഠിക്കും തമ്പുരാൻ്റെ അടുത്ത് നിന്ന്, തമ്പുരാൻ MGS അടുത്ത് നിന്ന് ഇംഗ്ലീഷ് പഠിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണോ ഇപ്പോൾ താൻ ഇതുപോലെ വേറൊരു അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഇരുന്നുണ്ട്, സുമാറായിക്കൂടാണ്, വളരെ പ്രശസ്തനായ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ പറ്റി എങ്ങനെയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാം? അത് വലിയ വ്യത്യാസമാണ്. എന്താ വെച്ചാൽ പ്രസംഗം പോലെയാണോ ക്ലാസ്? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഒരു അഴീക്കോട് മാഷ് പ്രസംഗിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും 100% വ്യത്യാസമാണ്. ഒന്ന്, അതേ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുക, ഇരുന്നിട്ടാണ് എടുക്കുക. ഇപ്പം ഞാൻ MA-ക്കുള്ള ക്ലാസ്, MA-ക്ക് അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു, MPhil അധ്യാപകനായിരുന്നു, PhD-ക്ക് എൻ്റെ ഗൈഡുമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ടൊരു 40 കൊല്ലത്തെ ബന്ധം എനിക്കുണ്ട്. 1972 ഞാൻ അവിടെ ഫസ്റ്റ് MA-ക്ക് വന്ന് ചേർന്നു. പിന്നെ 2012 മാഷ് മരിച്ചുപോയി. അതുവരെ എനിക്ക് നിരന്തര ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എത്രയെങ്കിലും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയെങ്കിലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ MA-ക്കുള്ള ക്ലാസ്സിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയാൻ പോണത്, താൻ ചോദിച്ചത്. അപ്പോൾ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുക. പിന്നെ വളരെ പതുക്കെയാണ്. അഴീക്കോട് മാഷ് ആ ക്ലാസ്സിനകത്തുണ്ടെന്ന് ആളറിയപ്പെടുന്നറിയോ, വല്ല തമാശയും കേട്ട് ഞങ്ങൾ ചിരിക്കുമ്പോൾ ആ ചിരി കേട്ടാലേ വളരെ മൃദുവായി, വളരെ പതുക്കെയാണ്. ബോർഡിൽ ഒരു തവണയാണ് 2 കൊല്ലത്തിലിടയ്ക്ക് അദ്ദേഹം ബോർഡിൽ എന്തോ ഒരു ശ്ലോകം എഴുതിയത്. പിന്നെ ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങളിലാണ് തുടങ്ങുക. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പം ഞങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നെന്ന് വെച്ചാൽ പാശ്ചാത്യ സാഹിത്യ വിമർശനം പഠിപ്പിച്ചു. വെസ്റ്റേൺ ലിറ്ററേച്ചർ ക്രിറ്റിസം, അതെനിക്ക് ഓർമ്മയില്ല, ഒരു പേപ്പറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈസ്റ്റേൺ ലിറ്ററേച്ചർ ക്രിറ്റിസം എടുക്കുന്നത് ചാത്തനാത്ത് അച്ചുണ്ണി മാഷാണ്. അദ്ദേഹം വലിയ പണ്ഡിതൻ. പണ്ഡിതൻ, ഒന്നാം തരം ക്ലാസ്സാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളെ പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടത് അങ്ങനെ പരീക്ഷയ്ക്ക് സന്നദ്ധരാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. സുകുമാർ അഴീക്കോട് ഇങ്ങനെ പരിപാടിയില്ല. പരീക്ഷയെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയില്ല. അദ്ദേഹം ചോദിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾക്ക് ഇമാജിനേഷൻ എന്നുള്ളൊരു ഭാഗം പഠിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഭാവന എന്താണ് ഭാവന, ഓരോരുത്തരോട് ചോദിക്കും. ഞങ്ങൾ 12 പേരുണ്ട്, എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അതിൽ പലതിനെ അദ്ദേഹം പരിഹസിക്കും. അങ്ങനെ പരിഹാസം നല്ലോണമുണ്ട്, ഞങ്ങളൊക്കെ ധാരാളം പരിഹസിക്കും. പിന്നെ അത് നിങ്ങൾക്കില്ലേ, കവിയുടെ ഭാവന നിങ്ങളുടെ ഭാവനയുടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരിക്കലും ഉണർന്നിരിക്കല്ലാതെ പറ്റില്ല. എപ്പോഴും അലർട്ടായിട്ടിരിക്കണം ഞങ്ങൾ. അങ്ങനെ എപ്പോഴും ചോദ്യം വരും. പിന്നെ അദ്ദേഹം കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കി ഓരോരുത്തരെ പ്രത്യേകം പരിഗണിക്കും, എന്നിട്ട് ചോദിക്കും. പിന്നെ ദേഷ്യപ്പെടും, ക്ഷിപ്രകോപിയാണ്. നമ്മളെന്തെങ്കിലും ഒരിക്കൽ ഞാൻ വാച്ച് നോക്കിപ്പോയി, എൻ്റെ ദൈവമേ, കാരണം പറഞ്ഞ മാതിരിയാണ് അഴീക്കോട് മാഷം. 9:30 ഞങ്ങൾ വരണമെന്ന് നിഷ്കർഷിക്കും. എന്നിട്ട് അദ്ദേഹം 9:15 വരും. റൂം തുറക്കുക അദ്ദേഹം. അടിച്ചു നോക്ക്, അദ്ദേഹം ഒരിക്കൽ പോലും എനിക്ക് ഓർമ്മയില്ല ലീവ് എടുത്ത് പ്രസംഗിക്കാൻ പോയത്. പക്ഷേ ഖ്യാതി അദ്ദേഹം അവിടെ ഒന്നുമില്ല, എല്ലാ പ്രസംഗവേദികളും അല്ല
ഒന്നാമത് അന്ന് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ പിന്നെ വന്നാ കേസി അന്നിപ്പോൾ 70 ഈ അളവിൽ ധാരാളം മീറ്റിങ്ങുകളും ആളുകൾക്ക് ഇത്ര പൈസയൊന്നുമില്ല. അതേ 86 റിട്ടയർ ചെയ്തു. അതേ റിട്ടയർ ചെയ്യുമ്പോഴേക്കാണ് ഇങ്ങനെ ധാരാളം പ്രസംഗങ്ങൾ, ദിവസം 4-5 പ്രസംഗമൊക്കെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അന്ന് ഇങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളെ കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒന്നും പോകാൻ സമ്മതിക്കില്ല, മരിച്ചാൽ മാത്രമേ ലീവുള്ളൂ. അപ്പോൾ അദ്ദേഹം ക്ലാസ് തുടങ്ങിയൊരു രീതിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ കർശന ശാസനയാണ്, കർക്കശം നല്ലോണ്ട്. അപ്പോൾ ആദ്യം വന്നിട്ട് ചോദിച്ചു, കുമാരനാശാൻ്റെ വീണപൂവ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യത്തെ ക്ലാസ് തുടങ്ങുക, എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഒരു ശ്ലോകം ചൊല്ലാൻ പറഞ്ഞു, ഓരോരുത്തരോട് ശ്ലോകം ചൊല്ലാം. അപ്പോൾ ചിലർ വേറെ ആൾ ചൊല്ലി തന്നെ ചൊല്ലുമല്ലോ, അങ്ങനെ അത് ചോദിച്ചിട്ട് കഴിഞ്ഞു. 41 ശ്ലോകമുണ്ട്, 41 ഓർമ്മയുള്ള ആരുണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും ഓർമ്മയില്ല. അപ്പോൾ അന്നൊരു വെള്ളിയാഴ്ച അദ്ദേഹം എണീറ്റിട്ട്, എന്നാലും വീണപൂ കാണാപ്പാടം പഠിച്ചിട്ട് വന്നാൽ മതി, അത് എൻ്റെ ക്ലാസ്സിൽ തന്നെ അദ്ദേഹം പോയി. ഞങ്ങൾ ഈ ശനിയാഴ്ച വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കല്ലേ, ശനി ഞായറും വീട്ടിൽ പോയി തിങ്കളാഴ്ച രാവിലെ വരായിരുന്നത്. ആർക്കും വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ തലകുത്തി നിന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇദ്ദേഹം വലിയ തിരക്കുള്ള ആളല്ലേ, ഒരു മറവിയില്ല. ക്ലാസ്സിലെത്തിയപാട് ചോദിച്ചു, വീണപൂ കാണാപ്പാടം പഠിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 12 ആളും പഠിച്ചു എന്ന് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകം ചെല്ലാൻ പറഞ്ഞു. നെക്സ്റ്റ് ഇങ്ങനെ 41 പദ്യവും ഞങ്ങൾക്ക് ക്രമത്തിൽ ഓർമ്മയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. ആലോചിച്ചു. പിന്നെ ഞങ്ങളുടെ അസൈൻമെൻറ്റ്സ്, ഞങ്ങളുടെ സെമിനാറുകൾ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇപ്പോൾ 73 ഞാൻ എൻ്റെ MA ഡിസർട്ടേഷൻ, അത് നവംബർ 30 ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. നവംബർ 30 ഞാൻ അവിടെ വെച്ചു. അല്ലേ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആ ക്ലാസ്സിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ, തമ്പുരാൻ്റെ ക്ലാസ് മഹാപാണ്ഡിത്യമാണ്. അപ്പം നമ്മളൊരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു, അപ്പോൾ അതിൻ്റെ പര്യായങ്ങളും മറ്റുമൊക്കെ ചൊല്ലി ഇങ്ങനെ ചൊല്ലിയിട്ട് എന്നമരം എന്ന് അദ്ദേഹം നിർത്തുക. അഴീക്കോട് മാഷ് അങ്ങനെയല്ല. അദ്ദേഹം ഇപ്പോൾ ഉദാഹരണം പറയാം, ഞങ്ങൾക്ക് വള്ളത്തോൾ, ആശാൻ, ഉള്ളൂർ, ഈ 3 എണ്ണവും അഴീക്കോട് മാഷ് ഓഹരിയിലുണ്ടായിരുന്നു. ആ 3 അദ്ദേഹം എടുക്കുക. വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം, ആശാൻ്റെ നളിനി, ഉള്ളൂരിൻ്റെ കർണഭൂഷണം. അപ്പോൾ കർണഭൂഷണം ഞങ്ങൾ BA പഠിച്ചിട്ടുണ്ട്, മഗ്ദലന മറിയം ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ വായിച്ചിട്ടതൊക്കെ. അദ്ദേഹം നളിനി മാത്രമേ എടുത്തുള്ളൂ. അത് മുഴുവനായില്ല. 2 കൊല്ലം എടുത്ത് നളിനി മുഴുവനായില്ല. പക്ഷേ അപ്പോഴേക്ക് കവിത്രയത്തിൻ്റെ മൊത്തം കവിതകളെപ്പറ്റി, കവിത്രയ നിരൂപണത്തെപ്പറ്റി, ഇപ്പോൾ മുണ്ടശ്ശേരി, മാരാർ, കേസരി, പോള്, തോമസ്, ഇവരൊക്കെ എല്ലാത്തേയും ക്ലാസ് പറയില്ല, ഞങ്ങൾ പോയി വായിക്കും. അപ്പോൾ വായിക്കാൻ ഭയങ്കരമായി പ്രചോദിപ്പിക്കുകയൊക്കെ, അങ്ങനെ ഭയങ്കര വെല്ലുവിളി അതൊക്കെ. പിന്നെ അതേ ക്ലാസ് എടുക്കുന്നത് ഈ നളിനി വിസ്തരിക്കല്ല, അത് ഒരു ശ്ലോകം വായിച്ച് പറഞ്ഞെങ്കിലായി, അത് എടുത്താൽ തീരില്ല. അതിനിടയ്ക്ക് വലിയൊരു കഥാപാത്രമാരെന്നറിയോ? ക്രിസ്തു, ഗാന്ധി, നെഹ്റു, ലിങ്കൺ. അപ്പോൾ ഞങ്ങളുടെ ഈ ചക്രവാളം ഇങ്ങനെ വികസ്വരായി വരികയാണ്. ഈ ക്ലാസ് മുറിക്കകത്തല്ല. അദ്ദേഹം ഒരു പരീക്ഷയ്ക്കും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ കള്ളു കുടിക്കുന്നുണ്ടോ, ബീഡി വലിക്കുന്നുണ്ടോ, വീട്ടിൽ നിന്ന് കാശ് അന്യായമായി വാങ്ങുന്നുണ്ടോ, ഞങ്ങൾ പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടോ, കണ്ടമാനം സിനിമയ്ക്ക് പോകുന്നുണ്ടോ, തെണ്ടി നടക്കുന്നുണ്ടോ, ഇതിനെല്ലാം ഒരു ശ്രദ്ധയായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു വേട്ട ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ഞാൻ അന്ന് സേർട്ട് വലിക്കും, ഇത് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ പിന്നാലെ പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ എന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ, എന്നൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം ഓരോ വിക്രസ്, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, നമ്മുടെ വിക്രസ് കാണിക്കുന്നത്. ഞങ്ങളൊരു ടൂർ പോയിരുന്നു, ആശാൻ ടൂർ. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും കള്ളു കുടിച്ചു. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ഞാൻ കുടിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ ഞങ്ങൾ പാട്ടുപാടിയത് ആ പാട്ടൊക്കെ എഴുതിയൊക്കെ ഞാൻ, ആ പാരഡി അദ്ദേഹത്തെ കളിയാക്കിയൊക്കെ ഉണ്ട്, അഴീക്കോട് മറ്റേ കളിയാക്കിയൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹം വിവരം അറിഞ്ഞു. കാരണം അദ്ദേഹത്തിന് എപ്പോഴും ചാരന്മാരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വലിയ ഡിക്റ്റേറ്ററാണ്. അത് താൻ വിചാരിക്കുന്ന മാതിരിയല്ല. എപ്പോഴും ജനാധിപത്യമൊന്നുമില്ല അവിടെ, ഇല്ലെന്ന്. ഇതൊക്കെ ഭയങ്കര ഡിക്റ്ററ്റോറിയലല്ലേ കാര്യങ്ങളൊക്കെ, ഭയങ്കര കർശനമായിട്ട് ഒന്നും പറയണ്ട. അപ്പം അത് പിന്നെ ജനാധിപത്യം ഏർപ്പെടുന്നില്ല, പക്ഷേ എപ്പോഴും ഗാന്ധി ഉണ്ടാവും. തനിക്ക് അദ്ദേഹമായിട്ട് ഈ അധ്യാപകൻ എന്നുള്ളതല്ലാതൊരു വ്യക്തിബന്ധം ഉണ്ടല്ലോ, ഉണ്ട്. അതെന്താ അതിൻ്റെ രഹസ്യം? അത് ആ ബന്ധം എന്താ വെച്ചാൽ, ഒന്ന് ആക്സസിബിളാണ്. തനിക്ക് തന്നോളം അയാളിൽ ആക്സസിബിളായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതെന്താ വെച്ചാൽ, ഞാൻ അദ്ദേഹത്തെ എതിർക്കും, എതിര് പറയും, പഠിക്കുമ്പോൾ എതിര് പറയും. പക്ഷേ അത് പരസ്യമായിട്ട് ചെയ്യില്ല. ഒരു വേദിയിൽ വെച്ചിട്ടോ ഒരു ലേഖനത്തിലോ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ തള്ളി പറയില്ല. പിന്നെ ഇത് സാറി എടുത്ത നിലപാട് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായം ഞാൻ പറയും. അത് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം. അത് എന്നോട് വഴക്കില്ല. എന്താ കാരണം? എൻ്റെ തോന്നൽ, ഇപ്പോൾ താൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കുക,
എൻ്റെ കൂറിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. പിന്നെ ഞാൻ മുഖസ്തുതി പറയില്ല. അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ കുഴപ്പം മുഖസ്തുതിയിൽ വീഴും, പരദൂഷണത്തിൽ വീഴും, ഏഷണിയിൽ വീഴും. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കും. ഇടയ്ക്ക് എന്നോട് പിണങ്ങും, ഞാൻ കണക്കാക്കൂല. മാഷ് പിണങ്ങും ഹോ എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ വീർപ്പിച്ചു പോകും. ഞാൻ അത് തീർന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേർ അതിലൊക്കെ അദ്ദേഹം വളരെ ഇമ്മച്ചുവറാന്ന് എനിക്കറിയാം. പാകമില്ലാത്ത ഒരാളാണ്. കാരണം ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എനിക്ക് കേട്ടത്, ഇപ്പോൾ താൻ ചെന്ന് അദ്ദേഹത്തോട് പറയാണ്, സാറേ ആ കാരശ്ശേരിയില്ലേ അയാളൊരു പെണ്ണ. എന്താ KC നാരായണൻ താൻ പറഞ്ഞു? പെണ്ണോ? അയക്ക് മീശൊക്കെ ആർക്കാ സാറേ വാങ്ങാൻ കിട്ടാത്തത്? അതെയോ? പിന്നെ ഇത്ര പോലും അദ്ദേഹം രണ്ടാളോട് അന്വേഷിക്കും. ഏത് ഇവനെ ഇവിടെ മീശൊക്കെ വെച്ച് വരുന്ന ഈ തരത്തിൽ ഞാൻ ഏത് ഭാഗത്താന്ന് നോക്കൂല. അദ്ദേഹം ക്ഷോഭിച്ച് ചാടിയെന്ന് കേൾക്കും, ഞാൻ തിരിഞ്ഞു നോക്കൂല. പിന്നെ 1-2 മാസം കഴിഞ്ഞ ഒരു ദിവസം വഴിയിൽ നിന്ന് കാണുമ്പോൾ ടൗൺ ഹാളിൽ ഞാൻ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ പോകും. ഞാൻ അങ്ങോട്ട് പോകില്ല. ഇടയ്ക്ക് താൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കും, ഇടയ്ക്ക് കത്തയക്കും. ഈ പിണങ്ങലും അദ്ദേഹമാണ്, പിണക്കം തീരലും അദ്ദേഹം. ഞാൻ അങ്ങോട്ട് പിണങ്ങില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ തൻ്റെ പ്രസംഗത്തിന് അഴീക്കോട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കേൾക്കുന്ന പ്രസംഗമൊക്കെ ഈ കുട്ടികൃഷ്ണമാരാരെ പോലെ എഴുതുകയും സുകുമാർ അഴീക്കോടിനെ പോലെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ് കാരശ്ശേരിയെ പറ്റി ഞാൻ ഇതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് ഈ കുട്ടികൃഷ്ണമാരാരെ എൻ്റെ മലയാള ഗദ്യത്തിൽ കുട്ടികൃഷ്ണമാരാരുടെ സ്വാധീനം അറപ്പിക്കുന്ന തരത്തിലുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് താനാ. അപ്പോൾ ഞാൻ ഇതുപോലെ MGS നാരായണൻ, 2 നാരായണന്മാർ. MGS എന്നെ ചീത്ത പറഞ്ഞ വേറൊരാൾ. MGS ഒരിക്കലും കഠിനമായി എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രീതി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. മരണം വരെ ഈ ഇത്ര വലിയ പ്രഭാഷണം ഉണ്ടല്ലോ, പ്രസംഗം എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് പരിഭ്രമാകേശി. ഒരുങ്ങാതെ എവിടെയും പോവില്ല. എത്ര ചെറിയ പ്രസംഗമായാലും എത്ര വലിയ പ്രസംഗമാണെങ്കിലും അദ്ദേഹം ചില പുസ്തകങ്ങൾ നോക്കി ചില കാര്യങ്ങൾ ആലോചിച്ച് കുറിപ്പുണ്ടാക്കും. ഈ കുറിപ്പ് ജുബയുടെ പോക്കറ്റിലിടും. അതൊരിക്കലും പുറത്തെടുക്കൂല, അത് നോക്കൂല. ഈ ഭയങ്കര ഓർമ്മശക്തിയാണ്. അതിപ്പോൾ നമ്മൾ MTയുടെയും തമ്പുരാൻ്റെ ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള ആൾ തമ്പുരാനാണ്. രണ്ടാമത്തെ ആളെ ഞാൻ കണ്ട് ചേകനൂർ മൗലവിയാണ്. മൂന്നാമത്തെ ആൾ സുകുമാർ അഴീക്കോടാ. ഈ 3 ആളാണ് ഓർമ്മശക്തി എൻ്റെ അനുഭവത്തിൽ. പിന്നെ MTയുടെ മുഴുവൻ അദ്ദേഹം പുറത്തേക്ക് കാണിക്കില്ല. അദ്ദേഹം മഹാസാമർത്ഥ്യമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കില്ല. ആവശ്യമുള്ളത് എടുത്തു. അതിപ്പോൾ തന്നെ അയാൾ കണ്ടു പരിചയമായി, അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയുണ്ടാവും. വളരെ അത്യാവശ്യം ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം പറയില്ല. കാരണം അദ്ദേഹത്തിന് അതുകൊണ്ട് ശല്യം ഉണ്ടാവും, അദ്ദേഹം സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അഴീക്കോട് മാഷാണ് ഇതിങ്ങനെ എഴുതിയാലുണ്ടല്ലോ, ആ എഴുതിയ പേപ്പറില്ലേ ആ വിഷ്വൽ അദ്ദേഹത്തിന് ഓർമ്മയാവും. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല. MT പ്രസംഗത്തിന് നോട്ടുണ്ടാക്കിയാൽ പോകും, നോട്ടുണ്ടാക്കി കീശയിലിട്ട് നോക്കൂല. അപ്പോൾ അഴീക്കോട് മാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നാടകീയമാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. 40 കൊല്ലം ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതിൽ എൻ്റെ അനുകരണം വരാതെ നോക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. കാരണം ശരീരഭാഷയിൽ താൻ ഒരിക്കലും തൻ്റെ ശരീരഭാഷയിൽ ഈ അനുകരണം ഉണ്ട്, തനിക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അനുകർത്താവായ പോയില്ലേ, പിന്നെ ഒന്നിനും വിലയില്ല. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ രീതി, നാടകീയാക്കുന്ന രീതി ഒരു ഉദാഹരണം പറയാം. ഒരുപാട് ഉദാഹരണം വരുന്നുണ്ട്, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹം PVC ആയപ്പോൾ കോഴിക്കോട്ട് ഒരു സ്വീകരണം കൊടുത്തു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനാണ് കൊടുത്തത്. അതിൽ എനിക്ക് പ്രിയപ്പെട്ട പലരും പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോൾ NP മുഹമ്മദൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ അഴീക്കോട് മാഷ് എങ്ങനെ പറയാമെന്ന് അറിയാൻ ഞാൻ പോണത്. ഞാൻ പ്രസംഗകല പഠിക്കാൻ വലിയ പാടാണ്. കാരണം അത് റിഹേഴ്സലില്ലാത്ത കലയാണ്, റിഹേഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ലേഖനാണ് എഴുതി വെട്ടി എഴുതാം, മാറ്റി എഴുതാം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അവിടെ ഡാൻസ് റിഹേഴ്സൽ ചെയ്യാം, ഇത് റിഹേഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ പ്രഭാഷണ വൈഭവം അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് ഒക്കെ വർക്ക് ചെയ്യണം. അവിടെ പലതും ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഒരുങ്ങിപ്പോയതൊന്നുമല്ല. അവിടെ വീട്ടിൽ നിന്ന് കാണാപ്പാടം പഠിച്ച സെൻറ്റൻസുമായിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ല, പാരഗ്രാഫായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. അഴീക്കോട് മാഷ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ കോഴിക്കോടാണ് അഴീക്കോട് മാഷക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലം. കാരണം അറ്റുവമായിട്ടുള്ള ഇവിടെ ദേവേരി കോളേജിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. പിന്നെ കാലിക്കറ്റ് സർവകലാശാല, അപ്പോൾ ഒക്കെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ കുറച്ചു കാലം അദ്ദേഹം തുടങ്ങിയത് സെൻറ്റ് അലൂഷ്യസിൽ മംഗലാപുരത്ത് വന്നിട്ടാണ് ദേവഗിരിയിലുണ്ടായത്.
ദേവരിന്ന് പോയിട്ടാണ് മൂത്തോന്നം SN ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പലായത്. പിന്നെ വന്ന് ഇവിടെ മലയാളം പ്രൊഫസറായി, PBC ആയി, ആക്ടിംഗ് VC ആയി, വീണ്ടും മലയാളം പ്രൊഫസറായി. അങ്ങനെയാണ്. അപ്പോൾ ഇത് 74 അദ്ദേഹം PBC ആയിട്ടുള്ള പ്രസംഗം. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? വളരെ നാടകീയമായിട്ട് തുടങ്ങും. പറഞ്ഞത്, എന്നേക്കാളധികം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ജന്മം കൊണ്ട് പുണ്യവതിയായി എൻ്റെ ജന്മനാടായ കണ്ണൂരിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട കോഴിക്കോട്. കണ്ടോ? ഇപ്പോൾ ജന്മനാടിനേക്കാൾ പ്രിയങ്കരാവാൻ പാടുണ്ടോ ഒരു നാട്? പാടില്ല. പക്ഷേ ഇതങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ ജന്മം കൊണ്ട് പുണ്യവതിയായ ഭൂമി അത്. കണ്ടോ? ഇങ്ങനെ ഇത് ആദ്യത്തെ വരിക്ക് തന്നെ കയ്യടിയാണ്. കോഴിക്കോട്ടുകാരെ ഇരിക്കണത് മുഴുവൻ, കോഴിക്കോട്ടുകാരാണ് ഇരിക്കണത് മുഴുവൻ. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെയാണ്. പിന്നെ ഇപ്പോൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു കേട്ടെ, ഞാൻ കേട്ടില്ല. പിന്നെ ടൗൺ ഹാളിൽ പ്രസംഗിക്കുകയാണ്. ടൗൺ ഹാളിൽ മുഹമ്മദ് ഗനി വൈസ് ചാൻസലർ, മഹായോഗ്യനായിരുന്നു, ഒന്നാം തരം പ്രസംഗം കിട്ടും, ഇംഗ്ലീഷിലാണ്. അദ്ദേഹം തമിഴനാണ്, ഇംഗ്ലീഷ് അസലായിട്ട് സംസാരിക്കും, അസലായിട്ട്. അപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു പ്രധാന വ്യക്തി മുഹമ്മദ് ഗനിയാണ്, വൈസ് ചാൻസലർ. അപ്പം അദ്ദേഹം ഉദ്ഘാടനം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അധ്യക്ഷ പ്രസംഗം KP കേശവനാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. കാരണം ബിലാത്തിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് രണ്ടും ഒരുപോലെയാണ്. അടുത്ത പ്രസംഗം അഴീക്കോട് മാഷ് ഇംഗ്ലീഷ് പ്രസംഗിക്കും. ഇംഗ്ലീഷിൽ ഇതുപോലെ പച്ചവെള്ളം പോലെ പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ അയ്യപ്പ പണിക്കരോട് ചോദിച്ചു. ഈ മലയാളം പോലെ തന്നെ. പണിക്കർ സാറ് തനിക്കറിയാലോ, ചാക്യാരല്ലേ എല്ലാത്തിനും കളിയാക്കുന്നത്. അപ്പോൾ പിന്നെ പണിക്കർ സാർ കൃത്യമായിട്ട് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവില്ല. അതിപ്പോൾ അതിനെപ്പറ്റി ഗുണമായിട്ടാണോ പറഞ്ഞത് ദോഷമായിട്ടാണോ പറഞ്ഞത് വ്യക്തമാവില്ല. അപ്പോൾ അഴീക്കോട് മാഷ് പ്രസംഗിക്കുകയാണ്. അപ്പം എന്താ വിഷയം? ദേശീയോത്ഗ്രഥനം എന്നാണ്. അദ്ദേഹം പറയണം, ദേശീയോത്ഗ്രഥനം എങ്ങനെ സാധിക്കാമെന്ന് ഇംഗ്ലീഷിൽ ഇപ്പോൾ 2 പ്രസംഗങ്ങൾ കേട്ടു. ഇനി അത് മലയാളത്തിൽ എങ്ങനെ സാധിക്കാമെന്ന് ഞാൻ പറയാം. കേട്ടോ? കയ്യടിയാണ്. ഭയങ്കര തത്വമസിയുടെ ആദ്യത്തെ പതിപ്പിന് ഒരു അവതാരികയുണ്ട് ഈ പണിക്കർ സാറിന്. അതിൽ പറഞ്ഞ വാചകം എന്താ അറിയോ? എത്രാമത്തെ മിനിറ്റിൽ സദസ്സിനെ കൊണ്ട് കൈയടിപ്പിക്കുന്ന വിചാരിച്ചോ അത്രാമത്തെ മിനിറ്റിൽ കൈയടിപ്പിക്കുന്ന പ്രഭാഷകൻ എന്നാണ് പറഞ്ഞത്. ഭയങ്കര അദ്ദേഹം ഉപാസിച്ച കല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹം ഞങ്ങളെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വാങ്ങി ഇതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വ്യക്തിത്വം, അതാണ്. അപ്പോൾ നിങ്ങൾ സമത്വത്തിൽ പെരുമാറുന്നില്ലേ, നിങ്ങൾ പിന്നെ ആളുകളോട് മോശമായിട്ട് വർത്തമാനം പറയുന്നുണ്ടോ, വീട്ടുകാരോട് കള്ളം പറയുന്നുണ്ടോ, ഞങ്ങൾ പരസ്പരം എന്തെങ്കിലും കാണുന്നുണ്ടോ, പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നുണ്ടോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ലോകം വളരെ തുറന്നു. കാരണം ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് അല്ല നോക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എനിക്ക് ഗാന്ധി ഒരു വിഷയം, ഗാന്ധി പണ്ടേ എനിക്കൊരു വിഷയമാണ് കേട്ടോ. ഗാന്ധി പണ്ടേ എനിക്ക് വിഷയമാണ്. അപ്പം ബഷീറിലോ മാരാരിലോ ഒക്കെ എനിക്ക് ഗാന്ധി, അവർക്കൊക്കെ ഗാന്ധി വിഷയമാണ്. ക്രിസ്തു ഒരു വിഷയമാണ്. അങ്ങനെ ആ തരത്തിൽ അവിടുത്തെ ജോർജ് ബെർണാഡ് ഷാ നിരന്തരം, അല്ലെ വോൾട്ടയർ, അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൺ, ഇങ്ങനെ കാളിദാസൻ നിരന്തരം കാളിദാസൻ വരും. അപ്പോൾ ചാത്രാത്തിൻ്റെ ക്ലാസ്സിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കാളിദാസൻ വരുള്ളൂ. ചാത്രാത്തിന് ഇതൊക്കെ അറിയാം, രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ കാളിദാസൻ അദ്ദേഹം എടുക്കണമെങ്കിൽ ഇപ്പോൾ ഉണ്ണുനീല് സന്ദേശം എടുക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് തോന്നിയാൽ ചാത്രാത്തിൻ്റെ ക്ലാസ്സിൽ കാളിദാസൻ വരുള്ളൂ. അദ്ദേഹത്തിന് പോർഷൻ തീർക്കുക എന്നുള്ളതും കുട്ടികൾ പരീക്ഷ പഠിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. സമയപരിമിതി മൂലം കാരശ്ശേരിയുമായിട്ടുള്ള ഈ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഈ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഭാഗം നമുക്ക് കാണാം.